പാർട്ടി സ്വീകരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടന്റെ തോൽവി ആഘോഷിച്ച സ്വന്തം കൌൺസിലർക്കെതിരെ മാണി ഗ്രൂപ്പ് നടപടിക്ക്. കൌൺസിലർ ജിൽസ് പെരിയപുറത്തിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാണി ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. മാണി ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റിന്റെ പരാതിയിൽ കമ്മീഷൻ ജിൽസിന് നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് ചെക്കക്കോണം വാർഡ് കമ്മിറ്റി. കോൺഗ്രസ് ചെക്കക്കോണം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര മെഡിസിറ്റിയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുൻ DCC പ്രസിഡന്റ് കരംകുളം കൃഷ്ണപിള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലുട്ടാപ്പി ഷമീമിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ കാപ്പ ചുമത്തി ജയിലിലായിരുന്ന ഷമീം 1 മാസം മുമ്പാണ് ജയിൽ മോചിതനായത്. പൊന്നാനിയിലെ ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയും ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനിയുമാണ് ഷമീം. തൃശൂർ കാഞ്ഞാണിയിൽ സ്കൂൾ കുട്ടികളുടെ സൈക്കിൾ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. മോഷണത്തെ തുടർന്ന് സൈക്കിളുകൾ ലോക്ക് ചെയ്തു വെക്കണമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ എരുമപ്പെട്ടിയിൽ യുവതിയെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കടങ്ങോട് സ്വദേശി സീനത്ത്. എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി അസം സ്വദേശി പിടിയിൽ. അസം നാഗോൾ സ്വദേശി അനാറുൽ ഹക്കാണ് പിടിയിലായത്. ചെറിയ 20 ബോട്ടിലുകളിലായി കൊണ്ടുവന്ന 2 ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ബോണസ് സമരത്തിന്റെ 50ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. CGPA ജനറൽ സെക്രട്ടറി TN വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമര നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. കണ്ണൂർ പെരുവാമ്പ പുഴയിൽ കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കോഡൂർ സ്വദേശി മാധവിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. എറണാകുളം മഞ്ഞുമലിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. 6 യൂണിറ്റ് അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. കോഴിക്കോട് ഗ്യാസ് സിലിണ്ടർ ലോറി അപകടത്തിൽപ്പെട്ടു. ദേശീയപാത ബൈപ്പാസിൽ എരഞ്ഞിക്കൽ അമ്പലപ്പടി അണ്ടർപാസിന് സമീപത്താണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് സിലിണ്ടർ ലോറിയിൽ നിന്നും വേർപെട്ടുപോയി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സിലിണ്ടർ തിരിച്ച് ലോറിയിലേക്ക് കയറ്റി. കണ്ണൂർ മാഹിയിൽ കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ ധർണ സംഘടിപ്പിച്ചു. കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ ചെയർമാൻ K ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേ നടയിലെ ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിലാണ് ദേവസ്വം ചാർജിംഗ് സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്.